ഷോ ദാറ്റ് ദ മെട്രിക്സ് എ ഈക്വൽസ്, നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് ഈസ് സിമെട്രിക് മെട്രിക്സ്. അത് സിമെട്രിക് മെട്രിക്സ് ആണോ എന്നാണ് നമുക്ക് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? സോ സെയിം ആണ്, സിമെട്രിക് ആണ് അല്ലേ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റും സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റും സെയിം ആണ്. അതുപോലെ നമുക്ക് ആ പൊസിഷനുകൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക. അവർ സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഇതിന്റെ നെഗറ്റീവ് ആണ് അവിടെ വരുന്നത്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ഷോ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? സിമെട്രിക് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെ വരണം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് എങ്ങനെ വരും? 1 - 1 5. അടുത്ത് ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എഴുതുകയാണ്. അടുത്ത് എന്ത് വരും? രണ്ടാമത്തത് -1 2 1. അടുത്ത് എന്ത് വരും? 5 1 3 5 1 3. ഇനി നോക്കിക്കേ, ഇത് ഏത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 1 - 1 5 -1 2 1 5 1 3 സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ആണെന്ന് പറയാം. ഓക്കെ, therefore അത് പറഞ്ഞില്ലേ? therefore എന്ത് പറയാം? therefore A is symmetric. എന്ത് പറയാം? A symmetric ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. ഷോ ദാറ്റ് ദ മെട്രിക്സ് ഈസ് സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് ആണെന്ന് കാണിക്കാൻ നേരത്തെ പോലെ തന്നെ നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, ഡയഗണൽ എല്ലാം 0 ആണ്. നെഗറ്റീവ് അല്ലേ വന്നിട്ടുള്ള? പ്ലസ് ക്യൂ ആയാലേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എ ട്രാൻസ്പോസ് ഈക്വൽ ടു -A ആണെന്ന് കാണിക്കുക. അപ്പൊ ആദ്യം എന്തെടുക്കണം? എ ട്രാൻസ്പോസ് എടുക്കണം. എ ട്രാൻസ്പോസ് എന്ത് വരും? 0 -1 1. ഓക്കെ, അടുത്ത് 1 0 -1. അടുത്ത് എന്ത് എഴുതാം? -1 1 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു മൈനസ് പുറത്തെടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് -A കണ്ടുപിടിച്ചിട്ട് ഫ്രം 1 to A ട്രാൻസ്പോസ് ഈക്വൽ ടു -A എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ചിഹ്നം മാറും. അത് A ആണെന്ന് കാണിക്കാം. ഞാൻ ആ ഒരു രീതിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ മൈനസ് നമ്മൾ പുറത്തെടുത്ത് എന്ത് വരും? നോക്കിക്കേ, 0. ഇത് -1 1 ആകും, 1 -1 ആകും. സോ 1 -1. അടുത്ത് 1 എന്താകും? -1 0 1. ഇവിടെ എന്ത് വരും? 1 -1 0 1 -1 0. ഇതല്ലേ A എന്ന് പറയുന്ന മക്കളെ? നോക്കിക്കേ, 0 1 -1 -1 0 1 1 -1 0. സോ ഇതിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞു എഴുതാം? വിച്ച് ഈസ് നത്തിങ് ബട്ട് മൈനസ് ഇവിടെ ഉണ്ട്. ഇതെന്തായിരുന്നു? A ആയിരുന്നു. നമുക്ക് ഇവിടെ തുടങ്ങിയത് ഏതാ? എ ട്രാൻസ്പോസ് എന്നാണ്. ഓക്കെ, സോ therefore A is skew symmetric എന്ന് പറയാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നിർത്തുക, -A കണ്ടുപിടിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടും കിട്ടിയത് സെയിം ആണെന്ന് കാണിക്കുക. സോ ഫ്രം 1 to A ട്രാൻസ്പോസ് ഈക്വൽസ് ടു -A, therefore A is skew symmetric എന്ന് പറഞ്ഞു എഴുതാം. അടുത്ത ചോദ്യം, ഫോർ ദ മെട്രിക്സ് A equals 1 5 6 7 verify that A plus A is symmetric. A plus A transpose is symmetric. A minus A transpose is skew symmetric. അപ്പൊ A plus A transpose സിമെട്രിക് ആണെന്ന് കാണിക്കുക, A minus A transpose skew symmetric ആണെന്ന് കാണിക്കുക. ആദ്യം എന്ത് ചെയ്യണം? A plus A transpose കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചെയ്യാം. ആദ്യം അതിനെന്ത് ചെയ്യണം? A plus A transpose കണ്ടുപിടിക്കുക. A plus A transpose എത്ര വരും നോക്കിക്കേ. സോ നമുക്ക് ഇവിടെ നിന്ന് A ട്രാൻസ്പോസും കൂടെ എഴുതി വെക്കാമേ സൈഡില്. A transpose equals 1 6 5 7. ഇതല്ലേ A ട്രാൻസ്പോസ് വരുന്നത്? യെസ്. ഓക്കെ, അപ്പൊ A plus A ട്രാൻസ്പോസ് അങ്ങനെ വരുമ്പോൾ അവരെന്താണ്? കൂട്ടണം. ഓക്കെ, കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1 plus 1 2 5 plus 6 11. താഴെയും 5 plus 6 വരും 11. 7 plus 7 14 വരും. ഓക്കെ, അതിന് എന്ത് കണ്ടുപിടിക്കണം? A plus A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അതിന്റെ മൊത്തത്തിലുള്ള ട്രാൻസ്പോസ് എടുക്കുക. അതെന്ത് വരും നോക്കിക്കേ? 2 11 11 14. ഇതല്ലേ A plus A ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് A plus A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അത് തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore A plus A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് എന്ന് പറയാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാന്നുള്ളത്
ഇതിനെ ഒരു പി എന്ന് പറഞ്ഞൊക്കെ എടുക്കാം. ലെറ്റ് പി ഈക്വൽസ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞത് എടുക്കാം. എന്നിട്ട് പി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് പറഞ്ഞത് എഴുതാം, വിച്ച് ഈസ് നത്തിങ് ബട്ട് പി. Therefore P is symmetric, that is A plus A transpose is symmetric എന്ന് പറഞ്ഞൊരു P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഡയറക്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്തിന് നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനാണ് എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും? ഇത് നിങ്ങൾക്കൊരു ക്യൂ എടുക്കാം കേട്ടോ. ക്യൂ ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ്, അടുത്ത് ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, വിച്ച് ഈസ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ക്യൂ ഈസ് ക്യൂ സിമെട്രിക്. ഓക്കെ, എന്നിട്ട് എന്ത് പറയാം, therefore എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞു എഴുതാം. ഞാനിവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ എടുക്കുന്നില്ല, ഡയറക്റ്റ് അങ്ങ് ചെയ്യണം കേട്ടോ. കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ വരും, എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും, 1 മൈനസ് 1 0, അടുത്ത് 5 മൈനസ് 6 മൈനസ് 1, 6 മൈനസ് 5 1, 7 മൈനസ് 7 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എങ്ങനെ വരും മക്കളെ, നോക്കിക്കേ, 0 1 മൈനസ് 1 0. ഇവിടെ നമ്മൾ നെഗറ്റീവ് പുറത്തെടുത്താൽ എങ്ങനെ വരും, 0 മൈനസ് 1 1 0. അയ്യോ, 0 മൈനസ് 1 1 0. അപ്പൊ നോക്കിക്കേ, എ മൈനസ് എ ട്രാൻസ്പോസ് ഇതിന്റെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുക അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു നെഗറ്റീവ് ഇവിടെ ഉണ്ട്, ഇതെന്താണ്, എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. സോ നെഗറ്റീവ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. Therefore എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യൂവും പിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യം നോക്കിക്കേ, ഫൈൻഡ് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആൻഡ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് വെൻ എ ഈക്വൽസ് ദിസ്. അപ്പൊ എ തന്നിട്ടുണ്ട്, എ ഇതാണെങ്കിൽ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കുക, എ മൈനസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ ചെയ്യാം. ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ ഹാഫ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ ഹാഫ് കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. നമുക്കത് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. അതൊന്നിച്ച് മീൻസ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചല്ല, ഇത് രണ്ട് ചോദ്യമാണ്. അപ്പൊ രണ്ടായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഇത് മൊത്തത്തിൽ ഒന്നിച്ച് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് അതിൽ എന്ത് കണ്ടുപിടിക്കണം, എ ട്രാൻസ്പോസ് അറിയണം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് എ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു, എ ട്രാൻസ്പോസ് എങ്ങനെ വരും നോക്കിക്കേ, 0 മൈനസ് എ മൈനസ് ബി, അടുത്ത് എ 0 മൈനസ് സി, എ 0 മൈനസ് സി, ബി സി 0. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്, 0 മൈനസ് എ മൈനസ് ബി, എ 0 മൈനസ് സി, ബി സി 0. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആദ്യം ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്, ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഓഫ്, ഹാഫ് അങ്ങനെ തന്നെ ഇടുക. ആദ്യം എന്ത് ചെയ്യുക, എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുക. കൂട്ടുമ്പോൾ എന്ത് വരും, 0, എ പ്ലസ് മൈനസ് എ എന്താകും, 0 ആകും, ബി പ്ലസ് മൈനസ് ബി എന്താകും, 0 ആകും, മൈനസ് എ പ്ലസ് എ എന്താകും, 0 ആകും, 0 പ്ലസ് 0 എന്താകും, 0 ആകും, സി പ്ലസ് മൈനസ് സി എന്താകും, 0 ആകും. ഓക്കെ, മൈനസ് ബി പ്ലസ് ബി എന്താകും, 0 ആകും, മൈനസ് സി പ്ലസ് സി എന്താകും, 0 ആകും, 0 പ്ലസ് 0 എന്താകും, 0 ആകും. സോ ഇത് സീറോ മെട്രിക്സ് ആണ് അല്ലേ. സോ അതിന് നമ്മൾ ഹാഫ് അകത്തോട്ട് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, സീറോ മെട്രിക്സ് തന്നെ കിട്ടും. നമുക്ക് ബേസിക് ആയിട്ട് അത് 0 ആണെന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ജസ്റ്റ് സീറോ മെട്രിക്സ് ആണ് അത്. ഹാഫ് അകത്തോട്ട് എടുത്താലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റം ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എടുത്താലും എന്ത് തന്നെ വരും, 0 0 0 0 0 0 0 0 0. ഓക്കെ, ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്, എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ നമുക്ക് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. മോസ്റ്റ്ലി മിക്കവാറും നമ്മൾ ഇതിലേക്ക് തന്നെ എത്തും തോന്നുന്നു, കാരണം ഇത് എന്ത് മെട്രിക്സ് ആണ്, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിന് എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്താൽ സീറോ മെട്രിക്സ് ആയി പോവും, എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്താൽ 2a ആയിട്ട് വരാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. അപ്പൊ അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ വീണ്ടും എയിലേക്ക് തന്നെ എത്തുമായിരിക്കും. നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. ഹാഫ് ഓഫ് എന്താ ചെയ്യേണ്ടേ, എ മൈനസ് എ ട്രാൻസ്പോസ് ആദ്യം ചെയ്യുക. സോ 0 മൈനസ് 0 0,
എ മൈനസ് മൈനസ് എ, മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. എ പ്ലസ് എ 2a. അടുത്ത് ബി മൈനസ് മൈനസ് ബി എന്താകും? 2b. മൈനസ് എ പ്ലസ് മൈനസ് എ എന്താകും? മൈനസ് 2a. അടുത്ത് 0 മൈനസ് 0 0. സി മൈനസ് ഓഫ് മൈനസ് സി എന്താകും? സി പ്ലസ് സി 2c ആകും. മൈനസ് ബി മൈനസ് 2b. മൈനസ് സി എന്താകും? മൈനസ് 2c. 0 മൈനസ് 0 0. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തേ? എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് ചെയ്തത്. ഇതിൽ നിന്ന് ഈ മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 1/2 അകത്തോട്ട് എടുക്കുക. 1/2 അകത്തോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നോക്കിക്കേ, 0 2/2 1 ആകും. സോ എ, ഇവിടെയും 2 ക്യാൻസൽ ആയി പോയിട്ട് ബി കിട്ടും. ഇവിടെയും 2 ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? മൈനസ് എ 0 സി. ഇവിടെയും 2 ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? മൈനസ് ബി. ഇവിടെയും മൈനസ് സി 0. ഇതെന്ത് തന്നെയാണ് മക്കളെ? നോക്കിക്കേ, എ അല്ലേ? സോ നമുക്ക് എന്താ കിട്ടുന്നത്? എ ആണ് ഇവിടെ കിട്ടിയത്. ഇവിടെ 0 മെട്രിക്സ് ആണ് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇവിടെ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു 0 മെട്രിക്സ് ആയിട്ട് പോയി. ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിട്ട് കിട്ടി? എ ആയിട്ട് കിട്ടി. എല്ലാ കേസിലും ഇങ്ങനെയൊന്നും അല്ല കിട്ടുന്നത്. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ എന്താണ് ഒരു വാമപ്പ് കാര്യങ്ങൾ, അത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ കൂടിയാണ് പോയത്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 1 മാർക്കിന് വല്ലതും ഒക്കെ ചോദിച്ചാൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 3 മുതൽ 4 മാർക്കിന് വരെ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കും. കഴിഞ്ഞ 14-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ റെയർ ഓഫ് ദ റെയറസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു ഷുവർ ആയിട്ടും ചോദിക്കുന്ന സാധനമാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത സെയിം സാധനങ്ങൾ തന്നെയാണ്. ബട്ട് അത് ഈ ചോദ്യം ഇതേ രീതിക്കായിരിക്കും ചോദിക്കുന്നത്. വേർഡിങ്സ് പോലും മാറ്റം ഉണ്ടാകണം എന്നില്ല. എന്താണ് ചോദ്യം? എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിക്സസ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സം സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മളുടെ ചോദ്യം തന്നിട്ടുണ്ട്. നമ്മൾ അതിനാദ്യം എന്ത് ചെയ്യുക? അതിനെ നമ്മൾ എ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനെന്തായിട്ട് എടുക്കുക? എ ഈക്വൽസ്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതെങ്ങനെ വരും? 3 1 5 -1. ഇനി എന്ത് കണ്ടുപിടിക്കണം? സം. ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് വരും? കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര വരും? 6 -2. ഇനി എന്ത് ചെയ്യണം? സം പി ഈക്വൽസ് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇതിന്റെ പകുതി എടുക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ പകുതി എടുക്കുക. അതപ്പോൾ എത്ര വരും? 3 -1. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിമ്മട്രിക് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ത് വരും? ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് എങ്ങനെ കിട്ടും മക്കളെ? നോക്കിക്കേ, 3 - 3 0, 5 - 2 5 - 1 4, 1 - 5 -4, -1 -1 എത്ര വരും? 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒരു സം ക്യൂ ഈക്വൽ ടു ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അതെങ്ങനെ വരും? ഇതിന്റെ പകുതി എടുക്കുക. അപ്പൊ എങ്ങനെ വരും? 0 2 -2 0. ഇതെന്താണ്? ഇതെന്ത് മെട്രിക്സ് ആണ് മക്കളെ? നോക്കിക്കേ, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇതെന്ത് മെട്രിക്സ് ആണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, എനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ. നോക്കിക്കേ, പി പ്ലസ് ക്യൂ എന്ന് ചെയ്തേ. അടുത്തതിൽ ഞാൻ ജസ്റ്റ് എഴുതി പോകത്തേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാനാണ്. നിങ്ങൾക്ക് എന്ത് എഴുതാൽ മതി? എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ് എഴുതി വൈൻഡപ്പ് ചെയ്താലും മതി. ഇവിടെ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരുന്നതാണ്. അടുത്ത ചോദ്യം ഞാൻ എന്ത് എഴുതത്തുള്ളൂ? എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് ജസ്റ്റ് എഴുതത്തേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുകയാണ് ഇങ്ങനെയും കൂടെ എഴുതി കാണിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അല്ല, എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എഴുതിയാലും തരക്കേടില്ല. ബട്ട് ഇങ്ങനെ എഴുതുന്നതിന് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരും പി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 -1 പ്ലസ് ക്യൂ എന്താണ്? ക്യൂ എന്ന് പറയുന്നത്
പി എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് ആണ്. അപ്പോൾ ക്യൂ എങ്ങനെയാണ് 0 to -2 0. ഇതെന്ത് വരും നോക്കിക്കേ, 3 + 0 3, 3 + 2 5, 3 - 2 1, -1 + 0 -1. നോക്കിക്കേ, ഇത് എ അല്ലേ, ഇത് എ അല്ലേ, 3 5 1 -5. Therefore A equals P plus Q. Where P is symmetric, അതെന്ത് എഴുതണം, അതും കൂടെ എഴുതുക. Where P is symmetric, P എന്ന് പറയുന്നത് എന്താണ്, സിമ്മട്രിക് മെട്രിക്സ് ആണ്. അതിൻ്റെ Q is സ്ക്യൂ സിമ്മട്രിക്. Q എന്ന് പറയുന്നത് എന്താണ്, സ്ക്യൂ സിമ്മട്രിക് ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇതിലെ മാർക്ക് ഡിവിഷൻ വരുന്നത് 2/2 ആണെങ്കിൽ ഒരു 3 മാർക്ക് ആയിരിക്കും, 3/3 മെട്രിക്സ് ആണെങ്കിൽ 4 മാർക്ക് ആയിരിക്കും. അതിന്റെ ഡിവിഷൻ വരുന്നത് എ ട്രാൻസ്പോസ്, ഓക്കെ, A + A ട്രാൻസ്പോസ്, A - A ട്രാൻസ്പോസ്, ഇത്രയും കൂടെ 1 മാർക്ക്. അടുത്ത് ഹാഫ് ഓഫ് പി എഴുതിയിട്ട് ഇറ്റ് ഈസ് സിമ്മട്രിക് ഇതിനും അരമാർക്ക് വീതം 1 മാർക്ക്. അടുത്ത് ഇത് എഴുതുന്നതിന് A = P + Q വേർ P is symmetric and Q is Q symmetric, ഈ ഒരു വരി എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ 3 മാർക്കാണ് വരുന്നത്. 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന് മാർക്ക് കുറച്ച് കൂടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് അരമാർക്ക്, ഇതിന് മൊത്തത്തിൽ 1 മാർക്ക്, ഇവിടുത്തെ 1 മാർക്ക്, അങ്ങനെ 4 മാർക്കായിട്ടും വരും കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ്, ഒരു 3/3 മെട്രിക്സ് ആണ്, ഇതിൻ്റെ കണ്ടുപിടിക്കാനാണ്. സെയിം രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് കണ്ടുപിടിക്കാം, ഇതിനെ നമുക്ക് എ ആയിട്ട് എടുക്കാം. ഓക്കെ, സം A = അടുത്ത് അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസ് എങ്ങനെ വരും, A ട്രാൻസ്പോസ് = ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, 6 - 2 2, അടുത്ത് എന്ത് വരും, -2 3 -1 2 -1 3. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, A + A ട്രാൻസ്പോസ്. ആദ്യം അപ്പോൾ A + A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. A + A ട്രാൻസ്പോസ് എങ്ങനെ വരും, ഇവരുടെ സം ചെയ്യുക, 6 + 6 12, -2 + -2 -4, 2 + 2 4. ഇത് സിമ്മട്രിക് മെട്രിക്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ സെയിം തന്നെ നമുക്ക് സിമ്മട്രിക് മെട്രിക്സ് ആയിട്ട് കിട്ടും. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആയിട്ട് 0 ആണ് കിട്ടാൻ പോകുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. എങ്കിലും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത് -2 + -2 -4, 3 6, -1 + -1 -2. അടുത്ത് 2 + 2 4, -1 + -1 -2, 3 + 3 6. ഇനി നമുക്ക് നോക്കാം, P = half of A + A ട്രാൻസ്പോസ് എങ്ങനെ വരും, ഇതിന്റെ പകുതി എടുക്കുക. പകുതി എന്താണ്, 6 -2 2, -2 3 -1 2 -1 3. ഓക്കെ, ഇതെന്ത് മെട്രിക്സ് ആണ്, ഇതൊരു സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് സിമ്മട്രിക് മെട്രിക്സ്, ഇറ്റ് ഈസ് സിമ്മട്രിക്. ഇനി എന്ത് കണ്ടുപിടിക്കണം, A - A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. A - A ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 6 - 6 0. 0 മെട്രിക്സിന്റെ പ്രത്യേകത, 0 മെട്രിക്സ് സിമ്മട്രിക് മെട്രിക്സും ആണ്, സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ A is symmetric and skew symmetric, രണ്ടും കൂടെ ആയിട്ട് വരുന്ന മെട്രിക്സ് ഏതാണ്, എപ്പോഴും 0 മെട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ 0 മെട്രിക്സ് എന്നാൽ സിമ്മട്രിക് ആവോ സാറേ, സ്ക്യൂ സിമ്മട്രിക് ആവോ സാറേ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. 0 മെട്രിക്സ് സിമ്മട്രിക്കും ആണ്, സ്ക്യൂ സിമ്മട്രിക്കും ആണ്. അപ്പൊ ഇതെടുക്കണേ. അപ്പം -1 - -2 0, 2 - 2 0. അടുത്ത ഇവിടെ നോക്കിയേ, 2 - -2 2 + 2 0, 3 - 3 0, -1 + 1 0, 2 - 2 0, -1 + 1 0, 3 - 3 0. സോ A - A ട്രാൻസ്പോസ് എന്ത് കിട്ടി, 0 0 0 0. അങ്ങനെയാണെങ്കിൽ Q = 1/2 of A - A ട്രാൻസ്പോസ് എന്ത് തന്നെ കിട്ടും, 0 0 0 0 0 0 0 0 0. കാരണം 0 മെട്രിക്സിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 മെട്രിക്സ് തന്നെ കിട്ടും അല്ലേ. ഇതെന്താണ്, ഇറ്റ് ഈസ് സ്ക്യൂ സിമ്മട്രിക്. അതെന്താണ്, സ്ക്യൂ സിമ്മട്രിക് ആണ്. ഇനി നമുക്ക് നേരത്തെ എഴുതിയ പോലെ എന്ത് ചെയ്യുക, P + Q = എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് ജസ്റ്റ് A എന്ന് കാണിക്കുക. എന്നിട്ട് എന്ത് എഴുതാം, therefore A = P + Q where P is symmetric and Q is skew symmetric എന്ന് എഴുതുക.
ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയോണ്ടാണ് ജസ്റ്റ് എഴുതാത്ത, നിങ്ങൾ ആ ഒരു വരിയും കൂടെ എഴുതുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ, നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് എന്നിട്ട് അതിനെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് എഴുതുക. സെയിം ടൈപ്പ് തന്നെയാണ്. നമുക്ക് ആദ്യം ഇതിനെ എന്ന് പറഞ്ഞെടുക്കാം. സെയിം സ്റ്റെപ്പുകളാണ്, സ്റ്റെപ്പുകൾ ഒന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. അടുത്ത് എന്ത് ചെയ്യാം, എ ട്രാൻസ്പോസ് എങ്ങനെ വരും? 3 - 2 4 -4 ആണ്. അടുത്ത് 3 - 2 -5 -1 1 2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, എ പ്ലസ് എ ട്രാൻസ്പോസ്. സോ എ പ്ലസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും മക്കളെ? നോക്കിക്കേ, 3 + 3 6, 3 - 2 1, -1 + -4 -5, -2 + 3 1. ഇവിടെ കിട്ടുന്ന മെട്രിക്സ് സിമെട്രിക് ആയിരിക്കണം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കി എവിടെയോ കാൽക്കുലേഷനിൽ എറർ ഉണ്ട്. -2 + -2 -4, -1 + -1 -5, sorry, -1 + -5 -4. So -1 + -1 -4 + -1 -5, -5 + 1 -4, 2 + 2 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P = എന്ത് വരും? 1/2 A + A ട്രാൻസ്പോസ്. എന്തായിരിക്കും അത്? സോ ഇതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. അടുത്ത് P എന്ന് പറഞ്ഞെടുക്കേണ്ടത്. എങ്ങനെ വരും? 3 1/2 -5/2, 1/2 -2 -2, -5/2 -2 2. ഓക്കെ, ഇതെന്താണ്? ഇറ്റ് ഈസ് സിമെട്രിക്. ഇതെന്ത് മെട്രിക്സ് ആയിരിക്കും നോക്കിക്കേ, ഇത് സിമെട്രിക് മെട്രിക്സ് അല്ലേ? യെസ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം അത് എഴുതാത്തത്, നമുക്ക് ലാസ്റ്റ് അതങ്ങ് എഴുതാം കേട്ടോ, വരി എഴുതാം. അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? A - A ട്രാൻസ്പോസ്. A - A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 - 3 0, 3 -of -2 5, -1 of -4, -1 -4, -1 + 4 3 വരും. ഓക്കെ, -2 + -3, -2 -3 എത്ര വരും? -5, -2 -of പ്ലസ് ആകും, സോ അത് 0 ആകും. -1 -5, -1 + സോറി -1 അല്ല 1, 1 + 5 6 ആകും. -4 -of പ്ലസ് ആകും, സോ -4 + 1 എന്താകും? -3. -1 -5 -1 -6, 2 -2 0. സോ ഇതിന്റെ പകുതി Q = എന്ത് എഴുതാം? 1/2 A - A ട്രാൻസ്പോസ്. ഇതിന്റെ പകുതി എടുക്കുക. പകുതി എടുക്കുമ്പോൾ എന്ത് വരും? 0, 5/2, 3/2, -5/2, 0, 3, -3/2, -3 0. ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ P എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. നോക്കിക്കേ, സിമെട്രിക് അല്ലേ? യെസ്. Q എന്ന് പറയുന്നത് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. ഓക്കെ, ഇവിടെ കറക്റ്റ് പൊസിഷൻ വരുന്നതിന്റെ നെഗറ്റീവ് വാല്യൂസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് സ്ക്യൂ സിമെട്രിക് ആണ്. മറ്റേ സെയിം വാല്യൂസ് 1/2 1/2. ഓക്കെ, ഇനി നമുക്ക് അവർ ആഡ് ചെയ്ത് എന്ത് കിട്ടും നോക്കിക്കേ? 3 കിട്ടും. 3 ആണല്ലോ. യെസ്. അടുത്ത് 1/2 + 5/2 6/2, 6/2 3 ആണ്. -5/2 + 3/2 -2/2 1 ആണ്. അടുത്ത് -5/2 1/2 കൂട്ടി എത്ര കിട്ടും? -4/2 -2 ആണ്. -2 + 0 -2 ആണ്. -2 + 3 1 ആണ്. -5/2 + -3/2 -8/2 4 ആണ്. -4 ആണ്. -2 -3 -5 ആണ്. 2 - 0 0 ആണ്. സോറി 2 + 0 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് കാണിക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നേ ഉള്ളൂ. സോ A = നമുക്ക് എന്തെന്ന് പറഞ്ഞ് എഴുതാം? P + Q എന്ന് എഴുതാം. വേർ P എന്താണ്? P നോക്കിക്കേ, P സിമെട്രിക് ആണ്. ആൻഡ് Q എന്താണ്? Q നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതാം കേട്ടോ, താഴോട്ട്. ആൻഡ് Q is skew symmetric matrix.
ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ്, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അവർ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? എ കിട്ടും. ആ കൂട്ടുമ്പോൾ എ കിട്ടും എന്നുള്ളത് ഇതിന്റെ മുകളിൽ കാണിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. 2x2 മെട്രിക്സ് ആണ്. നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡുകൾ തന്നെയാണ്, ജസ്റ്റ് ടെക്സ്റ്റിലുള്ളതാണ്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഓട്ടിച്ച് ചെയ്തു പോവാം. എ ഇതാണ്, എ ട്രാൻസ്പോസ് എന്ത് വരും? 1 - 1 5 2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് 2 4 4 4. ഓക്കെ, സ്പീഡ് ചെയ്ത് -5 1 + 5 4 ആണ്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടി. അടുത്ത പി ഈക്വൽ ടു എന്ത് വരും? 1/2 ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ഇതിന്റെ പകുതി എടുക്കുക. 1 2 2 2. സിമെട്രിക് മെട്രിക്സ് അല്ലേ? യെസ്. അടുത്തിന് എന്ത് ചെയ്യണം? എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുക. എ മൈനസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. സോ 1 - 1 0, 5 + 1 6, -1 + -5 -6, 2 - 2 0. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ക്യൂ ഈക്വൽ ടു ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. എത്ര വരും? 0 3 -3 0. സ്ക്യൂ സിമെട്രിക് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ എ ഈക്വൽസ് പി പ്ലസ് ക്യൂ, വെയർ നിങ്ങളത് കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. കൂട്ടുമ്പോൾ എ വരുന്നൊന്ന് കാണിക്കുക കേട്ടോ. വെയർ പി ഈസ് സിമെട്രിക് ആൻഡ് ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. ഇത്രയേ ഉള്ളൂ. അത് ഇതിന് തൊട്ട് മുകളിൽ എന്ത് ചെയ്യുക? പി പ്ലസ് ക്യൂ ഈക്വൽ ടു ദിസ് പ്ലസ് ദിസ്. കൂട്ടുമ്പോൾ എയിലോട്ട് എത്തുന്നു എന്നുള്ളതൊന്ന് കാണിച്ചു വെക്കുക. അടുത്തത് യെസ്, അടുത്ത നമുക്ക് ഓപ്ഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് എ ബി ആർ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ, then AB minus BA is okay. AB minus BA എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കോ, സിമെട്രിക് മെട്രിക്സ് ആയിരിക്കോ, സീറോ മെട്രിക്സ് ആയിരിക്കോ, ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കോ? നമുക്കറിയാം AB - BA ഐഡന്റിറ്റി ഒന്നും വരാൻ ചാൻസ് ഇല്ലായിരിക്കും അല്ലേ. അപ്പോൾ സീറോ മെട്രിക്സും വരാൻ സാധ്യതയില്ല. ഓക്കെ, കാരണം സീറോ മെട്രിക്സ് വന്നാൽ എബിയും ബിയെയും ഈക്വൽ എന്നാണ് അർത്ഥം. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സിമെട്രിക് ആണെന്ന് വെച്ച് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് പറയാം? given A and B are symmetric matrix, given A transpose A B symmetric, A comma B are symmetric. Okay, അവര് സിമെട്രിക് ആണെന്ന് തന്നു. സിമെട്രിക് മെട്രിസസ്, അവർ സിമെട്രിക് മെട്രിസസ് ആണെന്ന് തന്നു. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? A transpose equals A and B transpose equals B. നിങ്ങൾക്ക് ജസ്റ്റ് ഡാഷ് ഇട്ടാലും മതി, അല്ലെങ്കിൽ ട്രാൻസ്പോസ് T ഇട്ടാലും മതി കേട്ടോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി മൈനസ് ബി എ. അപ്പോൾ എ ബി മൈനസ് ബി എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കത് സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒന്നുകിൽ അത് തന്നെ കിട്ടിയ സിമെട്രിക് ആണ്, നെഗറ്റീവ് കിട്ടിയ സ്ക്യൂ സിമെട്രിക് ആണ് കേട്ടോ. സോ എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എങ്ങനെ വരും? സബ്ട്രാക്ഷൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. ഇതെങ്ങനെ വരും? സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ഇവിടെ അതെങ്ങനെ വരും? ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ആണ്, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബി എ മൈനസ് എ ബി എന്ന് വരും. ഓക്കെ, എ ട്രാൻസ്പോസ് എ ആണ്, ബി ട്രാൻസ്പോസ് ബി ആണ്. അപ്പൊ അതിന്റെ അതായത് ക്വസ്റ്റനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മെട്രിക്സ് ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ച് തോന്നിയ പോലെ ഒന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. അതാത് പ്ലേസിങ്ങളിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? ഇത് നമുക്ക് എന്താ കിടക്കുന്നത്? ഇതിന് നേരെ തിരിഞ്ഞുള്ള ഓർഡറിലല്ലേ കിടക്കുന്ന? എ ബി മൈനസ് ബി എ. അപ്പൊ മൈനസ് ബി ആദ്യവും എ ബി രണ്ടാമതും, ആ ഒരു ഓർഡറിലല്ലേ കിടക്കുന്ന. അപ്പൊ ഇവിടെ നമ്മൾ നെഗറ്റീവ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ്, നമുക്ക് എന്ത് ചെയ്യാം? ഒരു പി എന്ന് പറഞ്ഞെടുക്കാം കേട്ടോ. ലെറ്റ്, ഇതിന്റെ മുകളിലായിട്ട് ഒരു വാല്യൂ ആണെങ്കിൽ എഴുതാം. ലെറ്റ് പി ഈക്വൽസ് എ ബി മൈനസ് ബി എ. ഓക്കെ, എ ബി മൈനസ് ബി എ ഒരു പി ആയിട്ട് എടുക്കാം. സോ പി ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തുടങ്ങാം.
അപ്പോൾ നമുക്ക് സിമ്മട്രിക് ആണോ സ്ക്യൂ സിമ്മട്രിക് ആണോ പറയാൻ എളുപ്പം അതാണ് കേട്ടോ. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്ത് വരും? -BA പ്ലസ് AB. മെട്രിക്സ് ആൻഡ് അഡീഷനിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ, അതുകൊണ്ട് അഡീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വരും? -AB മൈനസ് BA. AB മൈനസ് BA ആണ് എന്തെന്ന് മക്കളെ? P എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? -P എന്ന് പറഞ്ഞ് എഴുതാം. സോ P ട്രാൻസ്പോസ് ഈക്വൽ ടു -P. Therefore P which is equal to P എന്ന് പറയുന്നത് എന്താണ്? AB മൈനസ് BA എന്ന് പറയുന്നത് എന്താണ് മക്കളെ? P ട്രാൻസ്പോസ് -P കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താണ്? സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. സോ P ഈക്വൽസ് AB മൈനസ് BA ഈസ് സ്ക്യൂ സിമ്മട്രിക് എന്ന് പറയാം. ഇത് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് വൺ വേർഡിന് ചോദിക്കാം, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? എ എന്ന് പറയുന്ന സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഈക്വൽസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ ആൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ. ദെൻ ദ വാല്യൂ ഓഫ് എ ഈസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ഐ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്ര? നമുക്ക് അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? എ പ്ലസ് എ ട്രാൻസ്പോസ് ഐ എന്നാണ് പറയുന്നത്. അത് എഴുതാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ഇംപ്ലൈസ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് വരും നോക്കിക്കേ. ഇവിടെ നമുക്ക് എ ട്രാൻസ്പോസ് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് ഞാൻ എ ട്രാൻസ്പോസും കൂടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എങ്ങനെ വരും? കോസ് ആൽഫ സൈൻ ആൽഫ, കോസ് ആൽഫ സൈൻ ആൽഫ, താഴെന്ത് വരും? മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ, മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. കോസ് ആൽഫ പ്ലസ് എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ. കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ എന്താ? 2 കോസ് ആൽഫ. അടുത്ത് മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0. സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ എന്താണ്? 0. കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 1. ഇത് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് 2 കോസ് ആൽഫ ഈക്വൽ ടു 1. Therefore കോസ് ആൽഫ ഈക്വൽ ടു 1/2. നമ്മളുടെ ട്രിഗണോമെട്രിക് ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 30 ഡിഗ്രി 60 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അതിൽ ആൽഫയ്ക്ക് ഏത് കോസിന്റെ വാല്യൂവിനാണ് 1/2 വരുന്നത്? നമുക്കറിയാം 60 ഡിഗ്രിക്കാണ് 1/2 വരുന്നത്. കോസ് 60 ഡിഗ്രി ആണ് എന്ത്? 1/2 എന്ന് പറയുന്ന. പക്ഷെ നമുക്കിവിടെ ഡിഗ്രി അല്ല ആവശ്യം, റേഡിയൻ ആണ് ആവശ്യം. ഓക്കെ, π/2 π/3 എന്നൊക്കെ പറയുന്നത് എന്താണ്? റേഡിയൻ ആണ്. അപ്പോ 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ്? π/3 റേഡിയൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു π/3. π/3 മാത്രമല്ല, അതിന്റെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഓപ്ഷനിൽ π/3 ഉണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കിട്ടും. ഓക്കെ, അപ്പൊ ആൽഫയുടെ വാല്യൂ എത്രയാണ്? π/3 ആണ്. കാരണം നമുക്കറിയാം കോസ് π/3 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്.